गुरुर्विष्णु गुरुदेवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. आचार्य जी के सामने അവരുടെ പാദങ്ങളിൽ പ്രണാമം. ശ്രീ ശങ്കരാചാര്യരുടെ നിർമ്മാണശക്തം എന്നൊരു ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമാണ് ഞാനിവിടെ പ്രബന്ധം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ മനുഷ്യ സാഹചര്യമാണല്ലോ എല്ലാവരും സുഖം തേടി പോകുന്നത്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് സുഖം തേടി പോകുക എന്നുള്ളത്. അതൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ജനിച്ച ഉടനെ ആകുന്നതായിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് കഴിയുന്നത്? അത് ഗർഭപാത്രത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ആ ഗർഭപാത്രത്തിൻ്റെ സുഖം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കഴിയുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടി പിന്നെ വലുതാകുമ്പോൾ പാലിന് വേണ്ടി കഴിയുമ്പോൾ പാല് കിട്ടുന്നു, ചിരിക്കുന്നു, പിന്നെ കളിപ്പാട്ടം വേണമെന്ന് വാശിപ്പിക്കുന്നു. അത് പിന്നെ കളിപ്പാട്ടം കിട്ടുന്നു. കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് സമയത്തേക്ക് അത് സന്തോഷിക്കുന്നു. പിന്നെ ആ കളിപ്പാട്ടവുമായിട്ട് പിന്നെ കുറേ നേരം കളിക്കുന്നു. പിന്നെ അത് മടക്കുന്നു, പിന്നെ അത് വലിച്ചെറിയുന്നു. അത്രയേ ഉള്ളൂ സുഖം. അത് കിട്ടുന്നു, അത് നേടുന്നിടം വരെയേ ഉള്ളൂ ആ സുഖം. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. സുഖം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അത് കുട്ടിയുടെ ഒരു ഉദാഹരണം. അതുപോലെ തന്നെ നമ്മുടെ വിദുരർ മൈത്രിയനോട് ഇങ്ങനെ പറയുകയുണ്ടായി. കുറേ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ക്ഷത്രിയന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിത രീതി, പണക്കാരെ പാവപ്പെട്ടവരെ എല്ലാവരുടെ ജീവിത രീതിയും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ ഒരു പൂർണ്ണ സുഖം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വലിയവരുടെ കാര്യം പറയുവാണെങ്കിൽ സുഖങ്ങൾ പുറമെ ലൗകിക സുഖങ്ങൾ തേടി അലയുകയാണ്. കിട്ടുന്നത് വരെയാണ് എനിക്ക് വേണം 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 എന്ന് പറഞ്ഞ് കിട്ടുന്നത് വരെ അത് പോകും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അതിൻ്റെ സുഖം കഴിഞ്ഞ് ആകുമ്പോൾ. ഇപ്പം ഈ ലൗകിക സുഖങ്ങൾ നമ്മളിങ്ങനെ ലിമിറ്റഡാണ്. ഇല്ല, ഒന്നും പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് സുഖത്തിന് വേണ്ടി ചിലരൊക്കെ പിന്നെ ചീത്ത പ്രവൃത്തികൾ, അതായത് ബീഡി വലിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ആ സുഖമുള്ളൂ. പക്ഷെ അത് നിർത്താമെന്ന് വെച്ചാൽ നിർത്താനും സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ അത്ര ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പം ഈ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. പക്ഷെ അതിൽ നിന്ന് ഒന്നും കിട്ടാതെ വരുമ്പോൾ അവസാനം ഇതൊന്നുമല്ല എന്നാണ് യഥാർത്ഥ സത്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാനായിട്ട് ആശ്രയം കിട്ടുന്നു. അങ്ങനെ പിന്നെ ജ്ഞാനകേന്ദ്രമായ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നു. പിന്നെ ഈ ഗുരു പിന്നെ നമ്മുടെ ഗുരുവിൻ്റെ കൃപാപ്രവാഹം കൊണ്ട് നമുക്ക് പൂർണ്ണ സ്വരൂപത്തെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ശരിയായ ഗുരുവിനെ മാത്രമേ നമ്മൾക്കത് നമ്മുടെ പൂർണ്ണ സ്വരൂപത്തെ അറിയാനുള്ള കഴിവ് നമ്മളിൽ പ്രാപ്തമാക്കുന്നത്. ഒരു കൊഴുക്കട്ടയുടെ ഉദാഹരണം പറഞ്ഞിട്ട് ഇത് ചെയ്യാം. അതായത് ഒരു കൊഴുക്കട്ട എന്ന് പറയുന്നത് ഉള്ളിൽ പുറമേ മാവും ഉള്ളിൽ ശർക്കരയും അവലും ഒക്കെ വെച്ചിട്ടുള്ള ഒരിതാണല്ലോ കൊഴുക്കട്ട. അതാദ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക എന്താ ചെയ്യാം? കുട്ടികൾക്ക് സ്ട്രെയിറ്റ് ബുദ്ധിയാണ്, അവർക്ക് ഇങ്ങനെ ഇതുള്ള ബുദ്ധിയൊന്നുമില്ല. അതൊരു പ്യുവർ സോളാണ്. അപ്പോൾ അവർ ആ കൊഴുക്കട്ടയുടെ മാവ് നമുക്ക് മാറ്റിയിട്ട് ആ മുന്ന എടുത്തിട്ട് കഴിക്കും. അത് ഡയറക്റ്റ്ലി അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ വലിയവർ എന്താ ചെയ്യുക? വലിയവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. വലിയവർ എന്ത് ചെയ്യും? മാവും അതിൻ്റെ ഉപ്പ് രസവും പിന്നെ പൂർണ്ണവും എല്ലാം കൂടി ചേർത്തിട്ടേ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി മാവിനല്ല ടേസ്റ്റ് ഉള്ളത്, അതിന് ഉള്ളിൽ പൂർണ്ണത്തിനാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ പക്ഷേ വലിയവർക്ക് അത് പറ്റില്ല. കാരണം വലിയവർക്ക് വലുതാകും തോറും അജ്ഞാനം കാരണം അവർക്ക് ഉള്ളിലുള്ള പൂർണ്ണത്തിൽ മാത്രം പറയാൻ പറ്റുന്നില്ല. അവർക്ക് ഈ കൊഴുക്കട്ടയിലെ പുറമേയുള്ള മാവ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ്. അതിലുള്ള ഉപ്പ് എന്ന് പറയുന്ന മനസ്സിൻ്റെ പ്രതീകവും. ഈ ശരീരവും മനസ്സും എല്ലാം കൂടി ചേർന്ന് ഉള്ളിലുള്ള നമ്മുടെ പൂർണ്ണ സ്വരൂപത്തെ അവർ നുണയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് അവർക്കതേ പറ്റത്തുള്ളൂ. നമ്മുടെ കുട്ടികളെ പോലെയാണ് ഈ കൊഴുക്കട്ട കഴിക്കുന്ന കുഞ്ഞു കുട്ടികളെ പോലെയാണ് ജ്ഞാനികൾ. ശരിക്കും ഡയറക്റ്റ്ലി പൂർണ്ണത്തെ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഈ കൊഴുക്കട്ടയുടെ പൂർണ്ണമാണ് നമ്മുടെ പൂർണ്ണസ്വരൂപം എന്ന് പറയുന്നത്. ഈ പൂർണ്ണത്തിരിക്കുന്ന ശർക്കരയാണ്. അതാണ് സത്യമായിട്ടുള്ളത്. അതിന് പുറത്തുള്ള മാവ് എന്ന് പറയുന്നത് അസത്താണ്. ഈ അകത്തിരിക്കുന്ന പൂർണ്ണത്തെ ഈ അസത്തായിരിക്കുന്ന മാവ് കൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും അനുഭവത്തിൽ വരാൻ പറ്റാത്തത്. അപ്പോൾ അത് നമ്മുടെ ഇല്ലാതെ ഈ അസത്തിനെ മാറ്റിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ സത്യനെ കാണുന്നില്ല. ഈ പൂർണ്ണത്തെ, നമ്മുടെ ശരിയായ പൂർണ്ണത്തെ, നമ്മളുടെ പൂർണ്ണ സ്വരൂപത്തെ
ഈ അസത്ത് മറക്കപ്പെട്ടു എന്നൊരു തോന്നൽ, അത് സത്യമല്ല, അത് തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് തോന്നൽ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതുകൊണ്ട് അപ്പം ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ഇതിലെ മറ കളയണം. അതായത് ഈ അസത്ത് എന്നൊന്നും ഇല്ല, നമ്മൾ നമ്മൾ തോന്നിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭ്രമത്തെ നമുക്ക് കളഞ്ഞിട്ട് ശരിക്കുള്ള പൂർണ്ണത്തിനെ നമ്മൾ ഉൾവരാൻ ശ്രമിക്കണം. അപ്പൊ ഈ സത്യമല്ലാത്ത അസത്തിനെ എടുത്തു മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് നിർവാണ ശക്തം എന്ന് പറയുന്നത്. ഇതൊരു ശക്തം എന്ന് പറഞ്ഞാൽ 6 ശ്ലോകമാണ്. ഇതിലൂടെ അതാണ് സത്യമല്ലാത്തതിനെ എടുത്തു മാറ്റുന്ന പ്രോസസ്സാണ് നിർവാണ ശക്തം എന്ന് പറയുന്നത്. ഇത് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന് വേണ്ടി ഉപദേശിച്ചു കൊടുത്ത ഒരു ശ്ലോകങ്ങളിൽ ഒന്നാണ്. ഒരു ശിഷ്യൻ വന്ന് ശങ്കരാചാര്യരോട് ബ്രഹ്മോപദേശം തരൂ, എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ശങ്കരാചാര്യർക്ക് അതിനൊന്നും ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ശങ്കരൊന്നും പറഞ്ഞില്ല. ഒരു 8 മുറിയിൽ ശങ്കരാചാര്യർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ശിഷ്യൻ പുറകിൽ ഇങ്ങനെ വന്നു, പുറകിൽ വന്ന് ഇരുന്നു. ഇരുട്ടാണ്, കാണാൻ പറ്റില്ല. ശങ്കരാചാര്യ തിരിഞ്ഞില്ല. ചോദിച്ചു ആരാണ്? അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു ഞാനാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ ആരാണ്? ഞാൻ തന്നെ. അപ്പോൾ ഈ ഇരുട്ടുമുറിയിൽ 2 പേരെ ഇരിക്കുന്നു. 2 പേരെ ഇരിക്കുമെങ്കിലും അയാൾക്കറിയാം ഞാനുണ്ട് എന്ന്. കാണാൻ പറ്റില്ലെങ്കിലും ഞാനുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. മറ്റൊരാളുണ്ടോ ഇല്ലയോ സംശയമില്ല, പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ 2 ഞാൻ 3 ഞാനൊക്കെ ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കുന്നത്. ഈ ഓരോ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പേരിട്ടിരിക്കുന്നത്. രാമൻ, കൃഷ്ണൻ, ശ്രീരാമൻ പലപ്പോഴും പേരിട്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഞാൻ ആരാണെന്ന് ചോദിച്ചു. ഈ ഞാൻ തന്നെ ആരാണ്? എന്താണ് ഈ ഞാൻ? ഞാനെന്ന് പിന്നെയും ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഈ ഞാൻ? അങ്ങനെ ചിന്തിച്ച് ഞാനെന്ന ആ ഒരു ഇതിലോട്ട് പോകാൻ തുടങ്ങി. മനസ്സല്ല, ഞാൻ ശരീരമല്ല, ബുദ്ധിയല്ല എന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആചാര്യനോട് ബ്രഹ്മത്തെ അറിയണമെന്ന് പറഞ്ഞു. ഈശ്വരനെ അന്വേഷിച്ചിരുന്നു, ബ്രഹ്മത്തെ അന്വേഷിച്ചിരുന്നു, ആത്മാവിനെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഈ അന്വേഷിച്ച് നടക്കുന്നവരെ മാത്രം ഞാൻ അന്വേഷിച്ചില്ല. അതാണ് എല്ലാവരും പുറമെ അന്വേഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് മാത്രം, പൂർണ്ണസ്വരൂപം ഉള്ളിലാണ്, ആ പ്രകാശം ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല. ഹിരണ്യകശിപു വൈകുണ്ഠത്തും പാതാളത്തും എല്ലാം ഭഗവാനെ അന്വേഷിച്ചു പുറത്ത്. പക്ഷെ ഹിരണ്യകശിപുവിനെ അറിയില്ല തൻ്റെ ഉള്ളിൽ തന്നെ ആ പൂർണ്ണസ്വരൂപം, ആ ദിവ്യ നേട്ടമുള്ളത് എന്ന്. ഈ ആത്മസാക്ഷാത്കാരം, അതായത് നമ്മുടെ പൂർണ്ണത്തെ അറിയുന്ന ഈ ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യമാണ്, എല്ലാ പണ്ഡിതന്മാർക്കും അറിയാം. പക്ഷേ ഈ പണ്ഡിതന്മാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുടെ തലത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ബുദ്ധിയും ലക്ഷ്യത്വവും ഉപയോഗിച്ചിട്ട് അവരോരോ വിരുദ്ധനങ്ങളും ദൈവ സിദ്ധാന്തം, മറ്റേ സിദ്ധാന്തം എന്നൊക്കെ കുറേ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ എഴുതിയതാണ് ശരി പറഞ്ഞ് ഷണ്ട കൂടാൻ തുടങ്ങും. ആക്ച്വലി ഒരു പണ്ഡിതനാണ്, ബുദ്ധിയുടെ തലത്തിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ബുദ്ധിയുടെ തലത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അനുഭവത്തിൻ്റെ തലത്തിലാണ് ചിന്തിക്കുന്നത്. അതായത് എല്ലാം വിജ്ഞാനിയായ ഒരാൾ, എല്ലാം പരിത്യജിച്ച ഒരാൾക്ക് മാത്രമേ അനുഭവ തലത്തിലോട്ട് അതിനെ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അനുഭവ തലത്തിലോട്ട് അറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിക്കണം, നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം, അല്ലേ? ധ്യാനിക്കണം. അപ്പോൾ നമ്മൾക്ക് ശരിക്കുള്ള സുഖം കിട്ടുന്നത് എപ്പോഴാണ്? ശരിക്കുള്ള സുഖം കിട്ടുന്നത് സുഷുപ്തി അവസ്ഥയിൽ. നമ്മുടെ ശരീരമായിട്ടും ബന്ധമില്ല, മനസ്സുമായിട്ടും ബന്ധമില്ല, ബുദ്ധിയായിട്ടും ബന്ധമില്ല. നമ്മളാകെ ശരിക്കും ഉറങ്ങി ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് പൂർണ്ണ സുഖം കിട്ടുന്നുള്ളൂ. അതാണ് നമ്മുടെ പൂർണ്ണ സ്വരൂപം, അതാണ് യഥാർത്ഥത്തിലുള്ള ശിവം എന്ന് പറയുന്നത്. ശിവം പൂർണ്ണ സ്വരൂപം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അതെല്ലാം
നമുക്ക് എപ്പോഴും ഉറങ്ങിയിരിക്കാൻ പറ്റുമോ? അല്ല. നമ്മൾ ജാഗ്രതയിരിക്കും, അതായത് നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ആ സ്വരൂപത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, നമ്മൾ അതിനെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നമ്മൾ ധ്യാനിക്കണം എന്ന് പറയുന്നത്. അതിന് അതിലേക്കുള്ള ധ്യാനിക്കണം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ പടിയാണ് ഈ അഷ്ടകത്തിലെ ഫസ്റ്റ് ശ്ലോകം എന്ന് പറയുന്നത്. മനോബോധ്യഹങ്കാരചിത്താനിനാഹം ന ജശ്രോ ന ദിക്ഷേ ന ചാനനേത്രേ ന വ്യോമഭൂമിർ ന തേജോ ന വായും ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതൊന്നുമല്ല ഞാൻ എന്ന്. ഇതൊന്നുമല്ല. ഇതൊക്കെ ചിദാനന്ദ രൂപമായ ശിവോഹമാണ്, ചിദാനന്ദ സ്വരൂപമായ ദിവ്യപ്രകാശമാണ് ഞാൻ എന്ന് ഇതൊന്നുമല്ല ഞാൻ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലാണ്. ഇത് ഈ ഒരു ശ്ലോകം മാത്രം മതി. എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂട്ടമാണ്. ചിന്തകളൊന്നും ഇല്ലെങ്കിൽ മനസ്സില്ല. അതേസമയം ബുദ്ധി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ചിന്തകളും വ്യാകുലതകളും ഇതൊന്നും ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല. ഇതിലുള്ള ഈ മാവിനെ ഈ ചിത്രം എന്നും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊന്നും ഇല്ലാത്ത പൂർണ്ണ രൂപമാണ് ഞാൻ എന്ന് അറിയുക. അതാണ്. അതിനുവേണ്ടി നമ്മൾ നന്നായി ധ്യാനിക്കണം, ഉള്ളിലേക്ക് ധ്യാനിക്കണം. ഇത് വെറുതെ കാണാതെ പഠിച്ചിട്ട് ഞാനിതല്ല എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മൾ മനസ്സിലാവത്തില്ല. നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് ഈ ഒരു മെഡിറ്റേഷൻ പോലത്തെ ഒരു ശ്ലോകമാണ്. ഇത് കേട്ട് ശ്രവണം നല്ല രീതിയിൽ വേണം. ശ്രമിച്ച് നല്ല രീതിയിൽ ശ്രമിച്ച് ഞാൻ മനസ്സല്ല, ചിന്തകൾ വരുമ്പോൾ ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഇതൊന്നുമല്ല എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതൊരു അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല കിണർ പോലെയാണ്. ഒരു നല്ല കിണറിന്റെ ലക്ഷണം എന്താണ്? നമ്മൾ എത്ര മഴ പെയ്താലും, ഒരു കർക്കിടകത്തിൽ നാളെ മഴ പെയ്യും എങ്കിൽ പോലും കിണർ നിറയത്തില്ല. അത് ഭൂമി ആ വെള്ളമെല്ലാം വലിച്ചെടുക്കും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു തുലാമാസമൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ഉറവയെന്ന് പൊട്ടി വരും പുറത്ത്. അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, മനനം ചെയ്യുക, ധ്യാനിക്കുക. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സമയം ഈ ഉറവ ഈ ഒരു ഉറവ പൊട്ടി നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണം എന്താണ്? ഇങ്ങനെ പോയിട്ടൊരു ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണശാന്തിയാണ്. ആ പൂർണ്ണശാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും സുഖദുഃഖങ്ങളുടെ ഇടയിലും ജയപരാജയങ്ങളുടെ ഇടയിലും പല ബുദ്ധിമുട്ടുകളുടെ ഫിസിക്കൽ മെന്റൽ എന്ത് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും നമ്മൾക്ക് പരിപൂർണ്ണ ശാന്തി ലഭിക്കുന്നു ഈ ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക്. ഇതോടെ ഇത് പറഞ്ഞിട്ട് ഗുരുപാദങ്ങളിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.